BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Pulivotal Silks, Kottayam, Thrissur, Thodupuzha, Kollam. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewelers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Colorical Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Royal, the complete family shopping, near Private Bus Stand, Thodupuzha. Hedge Wealth Management Services. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. ഫോർഡ് വാഹനങ്ങളുടെ അംഗീകൃത ഡീലറായ മലയാള ഫോർഡ് 5 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇപ്പോഴിതാ തൊടുപുഴയിലും. അത്തിക്കൽ ആർക്കേഡ്, 4 ലൈൻ ബൈപ്പാസ്, തൊടുപുഴ. കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ, ഗ്രൗണ്ട് ഫ്ലോർ, എലീസ പ്ലാസ, മങ്ങാട്ടുകവല, തൊടുപുഴ. ഫോൺ 8304816190. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. Super Featherlight Wedding Silk Collections for the young India from Kalyan Silks. ചെറിയൊരു തുക റിലയൻസിൽ നിക്ഷേപിക്കൂ. ഇതുപോലെ നിങ്ങളുടെ സമ്പാദ്യവും ഇരട്ടിയാകട്ടെ. റിലയൻ ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ്, പുളിമൂട്ടിൽ ബിൽഡിംഗ്, ഫസ്റ്റ് ഫ്ലോർ, D11, ഓപ്പോസിറ്റ് കളരിക്കൽ ബസാർ, പാലാ റോഡ്, തൊടുപുഴ. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം D Mart, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. എല്ലാവിധ പാർട്ടി ഓർഡറുകളും ഹോം ഡെലിവറി സൗകര്യവും. ആര്യാസ് വെജിറ്റേറിയൻ AC ഫാമിലി റെസ്റ്റോറന്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025, 9747929290. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറി. വൈകിട്ട് 8-ന് ശേഷം ക്ഷേത്രം തന്ത്രി ആമലൂർ കാവനാട് രാമൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. മുതലക്കുടം സെന്റ് ജോർജ് ഫൊറോണപ്പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് തുടക്കമായി. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസൺ ജോർജ് റവറാൻ ഡോക്ടർ ജോർജ് കാര്യാമഠം തിരുനാൾ കൊടിയേറ്റി. കരിമണൂരിൽ ലയൺസ് ക്ലബ് പ്രവർത്തനം തുടങ്ങി. ഡോക്ടർ ജോയി അത്തിക്കലിന്റെ വസതിയിൽ ചേർന്ന സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ തോമസ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു.
സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ തൊടുപുഴയിലെ KSRTC ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KST എംപ്ലോയീസ് സംഘ് BMSന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തൊടുപുഴ പുനലൂർ ഹൈവേയിൽ കോലാനി ജംഗ്ഷനിൽ അപകടം വർദ്ധിക്കുന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണം. Today is my day. Polywootel Silks, Kottayam, Thrissur, Thodupuzha, Kollam. വാർത്തകൾ വിശദമായി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറി. വൈകിട്ട് 8-ന് ശേഷം ക്ഷേത്രം തന്ത്രി ആമലൂർ കാവനാട് രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. മേൽശാന്തിമാരായ അടിയമന പടിഞ്ഞാറേ മഠം നാരായണൻ പോറ്റി, മാടവന തുരുത്തേൽ മഠം മുരളിപ്പോറ്റി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. മുതലക്കുടം സെന്റ് ജോർജ് ഫൊറോണ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് ഹദായുടെ തിരുനാളിന് തുടക്കമായി. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ റവറൻഡ് ഡോക്ടർ ജോർജ് കാര്യാമഠം തിരുനാൾ കൊടിയേറ്റി. ഇടവക വികാരി ഫാദർ ജോസഫ് അടപ്പൂർ, സഹവികാരിമാരായ ഫാദർ ജോസഫ് കൂനാനിക്കൽ, ഫാദർ ജോസഫ് താണിക്കൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച രാവിലെ 7:15-ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പൊന്തിഫിക്കൽ കുർബാനയർപ്പിക്കും. പാപത്തിൻ കരകളിൽ നിന്നും മത്തിനു നീ മോചനമേകി. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് മുതലക്കുടം സെന്റ് ജോർജ് ഫൊറോണ പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ഫാദർ മാത്യു വെണ്ണായിപ്പള്ളി സുറിയാനി പാട്ടുകുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. സുറിയാനി പാട്ടുകുർബാന വിശ്വാസികളെ ഏറെ ആകർഷിച്ചു. പക്ഷേ അവിടെയെല്ലാം സത്യദൈവമായ ക്രിസ്തുവിൽ അടിയുറച്ചു നിൽക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ചാച്ചൻ ഈ രൂപത്തിന്റെ മുമ്പിൽ നിന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രംഗമായിരുന്നുവെന്ന് അദ്ദേഹം കുറിച്ചുവെക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ കുടുംബങ്ങളും ഇതുപോലെ വിശ്വാസത്തിന്റെ സാക്ഷ്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആർജവത്വമുള്ള കുലീനത്വമുള്ള കുടുംബങ്ങളായിട്ട് മാറുവാനും ഈ വിശുദ്ധന്റെ മധ്യസ്ഥതയോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ ഒരു വിശ്വാസ സാക്ഷ്യവും ഏത് ജീവിതാവസ്ഥയിലും ധൈര്യപൂർവ്വം ഈശോയ്ക്ക് സാക്ഷ്യം കുറിക്കാനുള്ള ഒരു ചങ്കുറ്റവും ചങ്കുറക്കുമെല്ലാം നമുക്ക് സ്വന്തമാക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഈ തിരുനാൾ ആഘോഷം അർത്ഥവത്താകൂ. ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വിശ്വാസത്തിന്റെ പേരിൽ രക്തം ചിന്തപ്പെടുകയാണ്. അനേകമായിരം ആളുകൾ സിറിയയിലും ഇറാഖിലുമെല്ലാം വിശ്വാസത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട്.
പ്രിയമുള്ളവരെ, ഇന്നും വിശ്വാസികളുടെ ചുടുകിടന്നാലാണ് സഭ വളർന്നു വന്നുകൊണ്ടിരിക്കുക. നമ്മളുടെ വിശ്വാസവും ഇതുപോലെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ഘട്ടങ്ങളിലുമെല്ലാം സധൈര്യം മുന്നേറാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ വിശുദ്ധന്റെ ഈ ജീവിത മാതൃക നമ്മളുടെ ജീവിതത്തിലും സ്വന്തമാക്കണം. പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം നമുക്ക് സ്വന്തമാക്കാം. ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായിട്ട് ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. തൊടുപുഴ പോലീസിന്റെ CPM പ്രീണനയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. ബംഗളൂർ ജംഗ്ഷനിലെ ഓടകൾ മാലിന്യം കൊണ്ട് നിറയുന്നു. സമീപത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിലെയും അനധികൃത വഴിയോര കച്ചവടങ്ങളിലെയും മാലിന്യങ്ങൾ ഓടയിലേക്കാണ് കളയുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 1 മാസത്തിലേറെയായി. ഈ വെള്ളം ഓടയിലൂടെ ഒഴുകുന്നത് പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. പൊട്ടിയ പൈപ്പ് നന്നാക്കണമെന്നും ഓടയിലെ മാലിന്യങ്ങൾ മാറ്റുവാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഓടയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ പൈപ്പ് പൊട്ടി ഇങ്ങനെ വെള്ളം ഇന്ന് ചീറ്റാൻ തുടങ്ങിയിട്ട് ഇതുവരെ 1-2 പ്രാവശ്യം നന്നാക്കിയിട്ട് അത് ഇതേവരെ ശരിയായിട്ടില്ല. അതുപോലെ തന്നെ തോട്ടിൻ്റെ പിന്നെ മുകൾ വശത്തു നിന്നും കിഴക്ക് പിന്നെ പടിഞ്ഞാറ് വശത്തു നിന്നും ഇഷ്ടം പോലെ അഴുക്കുകൾ വരുന്നുണ്ട്. ഈ ഓടയിൽ കൂടെ എല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര നാറ്റാണ്. ഒരു രീതിക്ക് ഇവിടെ നിൽക്കാൻ നോക്കിയില്ല. ഈ വെള്ളം കെട്ടിക്കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നാറ്റത്തിൻ്റെ കൂടുതലുണ്ട്. എന്നാണ്ട് അസുഖം വരുമെന്ന് മുനിസിപ്പാലിറ്റിക്കാർ പറയുന്നുണ്ട്, അല്ല മൊത്തത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നീക്കി നന്നാക്കുവാണെങ്കിൽ നന്നായിരുന്നേനെ. ഇവിടെ മൊത്തത്തിലും പിന്നെ ഈ പല സ്ഥലത്തു നിന്നായിട്ട് ആൾക്കാർ മീനൊക്കെ വന്നിട്ട് മൊത്തത്തിൽ ഇവിടെ ഒരു സുഖമില്ലാത്തൊരു രീതിയാണ്. ഈ ഇവിടെ ഒരുപാട് വീട്ടുകാർ താമസിക്കുന്നുണ്ട്. എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര നാറ്റവും കൊതുകടിയും. ഒരു തരത്തിലും കൊതുകടിച്ചിട്ട് ഇവിടെ കിടക്കാൻ ഒരു നിവൃത്തിയില്ല. സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ തൊടുപുഴയിലെ KSRTC ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KST എംപ്ലോയീസ് സംഘ് BMSന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണാ സമരം BMS ജില്ലാ സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. KSTS BMS ജില്ലാ ട്രഷറർ ശ്രീജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഷിനോയ് ടി മാണി, സുരേഷ്, മഹേഷ്, ഹരികുമാർ, AP സഞ്ജു എന്നിവർ പ്രസംഗിച്ചു.
അതിനെ വളർത്തു നാടാകെ KSRTCയുടെ കയ്യേറിയ സ്ഥലം തിരിച്ചു പിടിക്കുക. KSRTCയുടെ കയ്യേറിയ സ്ഥലം തിരിച്ചു പിടിക്കുക. കയ്യേറ്റം ചെയ്യാൻ സഹായിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഇന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്തയാണ് ഭൂമി കയ്യേറ്റം. തൊടുപുഴയിലെ KSRTCയുടെ തൊഴിൽ ടൗണിലെ ചെന്നായ സ്ഥലത്ത് ഉള്ള KSRTCയുടെ 30 സെന്റോളം സ്ഥലം സ്വകാര്യ വ്യക്തികൾ കയ്യേറി അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ബാറുകൾ നിർമ്മിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇത് തിരികെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KST എംപ്ലോയീസ് സംഘ് BMS തൊടുപുഴയിലെ പ്രതിഷേധ സമരം ആരംഭിക്കുന്നത്. ഇത് തുടക്കം മാത്രമാണ്. നിയമ അധികൃതരുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ഇതിന് സഹായിച്ചിട്ടുള്ള വ്യക്തികൾ KSRTCയിലുണ്ടെങ്കിൽ അത്തരക്കാരെ തുറന്നു കാണിക്കുന്നതിനും അതിന് പരിഹാരമെന്ന വണ്ണം ഇതിന് തിരിച്ച് KSRTC വകയിലേക്ക് ഈ സ്വത്തുകൾ കണ്ടെത്തുന്നതിനുള്ള ഒരു സമരമാണ് ഇവർ ആരംഭിച്ചിട്ടുള്ളത്. ഇത് സജീവമായി മുമ്പോട്ട് പോകും. ഈ സ്ഥലം തിരിച്ചു പിടിക്കുന്നവരെ KST എംപ്ലോയീസ് സംഘിൻ്റെ ഈ സമരം ഉണ്ടാവും. തൊടുപുഴ ഡിപ്പോയുടെ മുൻവശത്ത് റോഡിന് അപ്പുറമായിട്ടുള്ള സ്ഥലത്ത് മുൻപ് ഇവിടെ MLA ആയിട്ടുള്ള ശ്രീ PT തോമസ് അവിടെ KSRTC ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടി തറക്കല്ലിട്ട ഒരു സ്ഥലമുണ്ട്. ഇന്നതൊരു ഉമ്മച്ചൻ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ അത് പാട്ടത്തിന് കൊടുത്ത് പേ ആൻഡ് പാർക്കായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനും KSRTC ജീവനക്കാർക്ക് അർഹമായ ക്വാർട്ടേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നതിനുമായ ഉപയോഗപ്പെടുത്തണമെന്നും KST എംപ്ലോയീസ് സംഘം ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Today is my day. പുളിവൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൃശൂർ, തൊടുപുഴ, കൊല്ലം. അറുപത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി K പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. 916 സ്വർണ്ണാഭരണങ്ങളുടെ കമനീയമായ ശേഖരം. വ്യാപാരത്തിലെ കുലീനതയും വിശുദ്ധിയും ഇടപാടുകളിലെ സത്യസന്ധതയും സ്നേഹോഷ്മളമായ സേവന സന്നദ്ധതയും ഞങ്ങളുടെ മുഖമുദ്ര. ജന്മനക്ഷത്രക്കല്ലുകൾ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ തിരഞ്ഞെടുക്കുവാൻ K പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. ആരോക്കിനാവിൻ മോഹജാലകം താനെ തിരയുന്ന നേരമിന്നിതാ ചാരേ തളിരണിയും ഏതോ സുരഭിലയാമം. വിശ്വാസം മാത്രമല്ല അടയാളവും. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. First time in Todupuzha, an exclusive designer dress material showroom. Desire. Wide range of hand-picked salwar materials and dupattas. Exclusive collection of sarees in jute, tussar, rosy, dupion, cotton and more. Unique collection of kurtis. Rare selections from expert designers. Make your outfits at your own taste. Be different with Desire. Desire. Colorical Bazaar near Private Bus Stand, Todupuzha. എക്സ്റ്റീരിയർ ഡിസൈനർ ബ്ലോക്കുകളുടെ ഏറ്റവും മികച്ച ശേഖരവുമായി സ്പെൻഡെക്സ് ഇന്റീരിയേഴ്സ്. ഈടും ഉറപ്പും ഭംഗിയും ഒരുമിക്കുന്ന വൈവിധ്യങ്ങളായ ഡിസൈനുകളിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഡിസൈനർ ബ്ലോക്കുകൾ. ആരും ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തങ്ങളായ ഡിസൈനുകൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് സൈറ്റിൽ വന്ന് ലൈ ചെയ്തു നൽകുന്നു. മുറ്റമോ വഴിയോ ഗാർഡനോ ഇവിടെയും അനുയോജ്യമായ പാവിംഗ് ബ്ലോക്ക്. ഏറ്റവും മികച്ച ഗുണമേന്മ, അതിമികച്ച വിൽപ്പനാനന്തര സേവനം.
സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യം തൊടുപുഴയ്ക്കേകിയ റോയൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്. RAK, കോറൽ, ലുമിനാക്, ഭാരത്, ഒയാസിസ്, ലാവോപ്ല, സെർവൽ തുടങ്ങിയ കമ്പനികളുടെ ക്രോക്കറി ഐറ്റംസ്, യറ, ഓഷിൻ, ബെറോസിൽ, ക്രിസ്റ്റൽ, ഡ്യുയാക്കിൻസ്, ലക്കീം, ലാഗർ തുടങ്ങിയ കമ്പനികളുടെ ഗ്ലാസ് വെയർ ഐറ്റംസ്, ഓക്കെ, പ്രസ്റ്റീജ്, നോൾട്ട, നിരാലി, ലുക്കുക്ക് തുടങ്ങിയ കമ്പനികളുടെ നോൺ സ്റ്റിക് ഐറ്റംസ്, ഗ്യാസ് സ്റ്റൗസ്, ചിമ്മിനി സ്റ്റൗസ്, മൈക്രോവേവ് ഓവൻ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങി നിരവധി ഐറ്റംസ്. ഗിഫ്റ്റുകൾക്കായി മാത്രം പ്രത്യേക വിഭാഗം. തൊടുപുഴയിലെ ഏറ്റവും വലിയ ടോയ്സ് ഷോറൂം. ബ്രാസ്, സ്റ്റീൽ, അലൂമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ്. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. 200 രൂപയുടെ മഹാമേള. ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമുട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 200 രൂപ മാത്രം. 50 രൂപയുടെ കളിപ്പാട്ടങ്ങൾ, 1000-ൽ പരം മോഡലുകൾ. 200 രൂപയുടെ കളിപ്പാട്ടങ്ങൾ, 100-ൽ പരം മോഡലുകൾ. 10 രൂപയുടെ മഹാവിസ്മയം, 4000-ൽ പരം വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ. ഏതെടുത്താലും 10 രൂപ മാത്രം. ബ്രാൻഡഡ് ബെൽറ്റ്, വാച്ചസ്, ക്യാൻവാസ് ഷൂസ്, ലിനൻ ഷർട്ട്സ്, ജീൻസ്, ധോത്തീസ്, ന്യൂ മോഡൽ ലേഡീസ് കുർത്തീസ് ആൻഡ് ടോപ്സ്. 5000-ൽ പരം മോഡലുകൾ. ഏതെടുത്താലും 200 രൂപ മാത്രം. കണ്ണഞ്ചിപ്പിക്കുന്ന ഗ്രഹോപകരണ ശേഖരം. സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലുമിനിയം, ക്രോക്കറി, മെലമിൻ, ഗ്ലാസ് വെയർ, നോൺ സ്റ്റിക് ഉൽപ്പന്നങ്ങൾ. ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമുട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. Dressing super. ഗായത്രി. ഇതാണ് ഡിസൈൻ ചെയ്തത്? ഗായത്രി. ഇത് ഗായത്രി. ഗായത്രി. ആരായി ഗായത്രി? ഗായത്രി തൊടുപുഴയിലാ. ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Todupura. Carewell Dental Clinic and Root Canal Center. Ground floor, Elisa Plaza, മങ്ങാട്ടുകവല, തൊടുപുഴ. കുട്ടികളുടെ പ്രത്യേക ദന്ത ചികിത്സ, ക്രൗൺ ആൻഡ് ബ്രൈഡ്സ്, മൈനർ ഓറൽ ശസ്ത്രക്രിയ, മോണ ശസ്ത്രക്രിയ തുടങ്ങിയ ദന്തസംബന്ധമായ എല്ലാവിധ രോഗങ്ങൾക്കും പരിഹാരം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി തൊടുപുഴയിൽ കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ. ഗ്രൗണ്ട് ഫ്ലോർ, എലീസ പ്ലാസ, മങ്ങാട്ടുകവല, തൊടുപുഴ. ഫോൺ 8304816190. ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തൊടുപുഴ ഷോറൂമിൽ മാർച്ച് 22 മുതൽ 26 വരെ ഗോൾഡ്, ഡയമണ്ട്, പ്രഷ്യസ് സ്റ്റോൺ ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശ്രേണി, കൂടാതെ നേടൂ ആകർഷകമായ മറ്റനേകം സമ്മാനങ്ങൾ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. സ്റ്റീൽ, അലൂമിനിയം, ക്രോക്കറി, ഗൃഹോപകരണങ്ങൾ എന്നിവയുടെ അതിവിപുലമായ ശേഖരവുമായി പട്ടരുമടം ബി മാർട്ട്. ഡിന്നർ സെറ്റ്സ്, പ്ലേറ്റ്സ്, ഗ്ലാസ്, മഗ്സ്, കുക്കർ, തവ, മിക്സർ ഗ്രൈൻഡർ, ഇൻഡക്ഷൻ കുക്കർ, കുക്കിംഗ് റേഞ്ചുകൾ തുടങ്ങി നിങ്ങളുടെ അടുക്കളയിലേക്ക് ആവശ്യമായതെല്ലാം അതിവിപുലമായ കാർ പാർക്കിംഗോടുകൂടി വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. റോയൽ ഫർണിച്ചർ മടക്കത്താനം.
സ്വന്തം തടിമേലിൽ 32 വർഷത്തെ സേവന പാരമ്പര്യം. കേരളീയ തനിമയിൽ ശുദ്ധമായ തേക്ക് ഈട്ടിത്തടികളിൽ അതീവ കരവൈഭവത്തോടെ തയ്യാറാക്കിയ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം. മോഡുലാർ വീടുകളുടെ റൂമുകൾക്ക് അനുയോജ്യമായ ഫുൾ കവർ സോഫ, ഡൈനിങ് ടേബിളുകളുടെ 20-ൽ പരം ഡിസൈനുകൾ, ശുദ്ധമായ തേക്കിൽ തീർത്ത 40-ൽ പരം ഡിസൈനുകളോട് കൂടിയ കട്ടിലുകൾ, അലമാരകൾ, കസേരകൾ, കമ്പ്യൂട്ടർ ടേബിളുകൾ എന്നിവയുടെ അപൂർവ ശേഖരം. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025 9747929290. വാർത്തകൾ തുടരുന്നു. പുതിയ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരുടെയും ആധാർ കാർഡിന്റെ നമ്പർ അതാത് റേഷൻ കടകളിൽ ഏൽപ്പിക്കണം. ഏപ്രിൽ 30-നകം ഇവ നൽകണമെന്നും അധികൃതർ അറിയിച്ചു. തൊടുപുഴ നഗരസഭ 21-ാം വാർഡ് സഭ യോഗം ഞായറാഴ്ച 3 മണിക്ക് ന്യൂമാൻ കോളേജിൽ വെച്ച് നടക്കുമെന്ന് വാർഡ് കൌൺസിലർ VA ഷാഹുൽ ഹമീദ് അറിയിച്ചു. കരിമണ്ണൂരിൽ ലയൺസ് ക്ലബ് പ്രവർത്തനം തുടങ്ങി. ഡോക്ടർ ജോയി അത്തിക്കണ്ട് വസതിയിൽ ചേർന്ന സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ തോമസ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. പ്രസിഡന്റായി സിനോസ് കുഴിക്കാട്, സെക്രട്ടറിയായി ജോർജ് വടക്കേക്കര, ട്രഷററായി ജിജോ ടോം തോയലിൽ എന്നിവരടങ്ങുന്ന ഭരണസമിതിയാണ് ചുമതലയേറ്റത്. ഈ 100ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇനി കരിമണ്ണൂർ പ്രദേശവാസികൾക്കും ഈ കെട്ടഴിച്ചു വിട്ട സിംഹക്കുട്ടികളുടെ കയ്യിൽ നിന്ന് അതിൻ്റെതായ പരിരക്ഷണവും പരിലാളനയും കിട്ടുന്ന അസുലഭമായൊരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ പോകുന്നത്. സഹോദര സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയായി 100 വർഷം മുമ്പ് ആരംഭിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്കിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലയൺസ് ക്ലബ്ബുകളെ പറ്റി പറയേണ്ടിയിരിക്കുന്നു. കാരണം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു സംഘടനയും ലോകത്തിലില്ല ലയൺസ് ക്ലബ്ബ് അല്ലാതെ. മനുഷ്യരെ സ്നേഹിക്കാനും സേവിക്കുവാനും കഴിയുക, അതിനകത്ത് ഉച്ചനീചത്വങ്ങൾ ഇല്ലാതിരിക്കുക, അതിനകത്ത് വേറെ യാതൊരു വ്യക്തിപരമായ താല്പര്യങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് അസുലഭമായ ഒരു അനുഭവമാണ്. അത് ലയൺസിന് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മെച്ചം. സ്വന്തം പണം, സ്വന്തം സമയം, സ്വന്തം സൗകര്യങ്ങൾ, സ്വന്തം സുഖഭോഗങ്ങൾ, ഇതിനെല്ലാം ചെറിയ തോതിലുള്ള ത്യാഗമനസ്ഥിതിയോടുകൂടി ചിന്തിച്ച് ആണ് ഇതിന് സന്നദ്ധരായി വരുന്നവർ മുന്നോട്ട് വരുന്നത്. അതിലവർ വിജയിക്കണമെങ്കിൽ തീർച്ചയായും ഇതിനകത്ത് നിസ്സാരമല്ലാത്ത രീതിയിലുള്ള സംഭാവന അല്ലെങ്കിൽ ആ ത്യാഗം കൂടുതലായി ഉണ്ടായെങ്കിൽ മാത്രമേ ക്ലബ്ബുകൾക്ക് നിലനിൽപ്പുള്ളൂ. ഈ ക്ലബ്ബുകളിൽ കൂടി പലരുടെ കയ്യിലേക്ക് പലരുടെ കണ്ണീരൊപ്പുവാൻ, പലർക്കും സഹായമെത്തിക്കുവാൻ കഴിയുന്ന അവസരങ്ങൾ നിർവൃതിയുടെ നിമിഷങ്ങളായി മാറുന്നു. അതിൽ കൂടി കിട്ടുന്ന ആ ഒരു അസുലഭമായ നിർവിശേഷമാണ് നമുക്ക് ഇതിൽ കൂടി ലയൺ എന്ന പ്രസ്ഥാനത്തിൽ കൂടി കിട്ടുന്നത്. തൊടുപുഴ കാർഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവം വെള്ളിയാഴ്ച തൊടുപുഴയിൽ ആരംഭിച്ചു. PJ ജോസഫ് MLA വിത്ത് മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അനുഗ്രഹ വർഷത്തോടു കൂടിയിട്ടാണ് മഹോത്സവത്തിന് തുടങ്ങുന്നത്. വിത്ത് ഗുണം 10 ഗുണം നമ്മുടെ കൂടെ പറയുന്നൊരു കാര്യമാണ്. നടീൽ വസ്തുക്കളും വിത്തുകളും യഥാസമയം ലഭ്യമാക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മേട 10-ന് ചെടികളും വിത്തുകളുമെല്ലാം മണ്ണിൽ നമ്മൾ മുളപ്പിക്കാൻ അല്ലെങ്കിൽ വളരാൻ വയ്ക്കുമ്പോൾ അത് വലിയൊരു തുടക്കം. പലപ്പോഴും നമ്മളുടെ നടീൽ വസ്തുക്കൾ കാലം തെറ്റി എത്താറും. കേരളത്തിൽ നമുക്കറിയാം മഴക്കാലം 5-6 മാസക്കാലമാണ്. പ്രധാനപ്പെട്ട തൈകൾ ഇപ്പോൾ ചക്ക മഹോത്സവമുണ്ട്, മാമ്പഴമേളയുണ്ട്, അതുപോലെ നമ്മുടെ മുഖ്യ വിളയായ തെങ്ങ്. ഈ തെങ്ങും തൈയൊക്കെ നടേണ്ട ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാലവർഷത്തിൽ അത് വേരൂന്നി വളർന്നു വരണം. ഡിസംബറിലും ജാനുവരിയിലും ഒക്കെ തെങ്ങും തൈകൾ വിതരണം ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഒരു കാലതാമസം കൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല സമയമാണ് ഈ വിത്ത് ഉത്സവത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അടയ്ക്കാമരത്തിൽ കയറി അടയ്ക്ക വരയ്ക്കുന്ന റോബോട്ട് നിർമ്മിച്ച വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ
AIMO പുരസ്കാരം ലഭിച്ചു. അണ്ണാ യൂണിവേഴ്സിറ്റിയും ഓൾ ഇന്ത്യ മാനുഫാക്ചേഴ്സ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച നാഷണൽ ലെവൽ പ്രൊജക്ട് പ്രസന്റേഷൻ ടെക്നോ 2017 മത്സരത്തിലാണ് വിശ്വജ്യോതിക്ക് 2ാം സ്ഥാനവും 50,000 രൂപ ക്യാഷ് അവാർഡും ലഭിച്ചത്. കോളേജിലെ അവസാന വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ ജോർജ് ജോളി, ബിനു ഏലിയാസ്, ശ്രീലക്ഷ്മി ജെ, ഡിക്സൺ ജോ എന്നിവരാണ് ഈ നൂതന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. മെക്കാനിക്കൽ വിഭാഗം HOD വിനോജ് കെ, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ എൽദോസ് പോൾ, അജോ ഐസക് ജോൺ എന്നിവർ നേതൃത്വം നൽകി. തൊടുപുഴ പുനലൂർ ഹൈവേയിൽ കോലാനി ജംഗ്ഷനിൽ അപകടം വർദ്ധിക്കുന്നു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണം. തൊടുപുഴ, പാല, മൂവാറ്റുപുഴ, വൈക്കം ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഈ ജംഗ്ഷനിലാണ് തിരിയുന്നത്. ഇവിടെ വ്യക്തമായ ദിശാസൂചകങ്ങളൊന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. പാല ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളും വൈക്കം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളും പുതിയതായി സ്ഥാപിച്ച ട്രാഫിക് ഐലൻഡിന് സമീപം അപകടം സൃഷ്ടിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടങ്ങൾ കുറയ്ക്കുവാനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. കോലാനി ജംഗ്ഷൻ പാലായിൽ നിന്ന് വരുന്ന ഭാഗത്ത് വളരെ വീതി കുറവാണ്. സ്ഥലത്തിന് റോഡിന് വീതി കുറവാണ്. അവിടെ ഒരു വണ്ടി കിടന്നാൽ മറുവശത്തോടെ വണ്ടി വരുമ്പോൾ ഡിവൈഡർ കയറി 7ാമത്തെ വണ്ടിയാണ് ഈ കഴിഞ്ഞ രാത്രിയിൽ അപകടം ഉണ്ടാകുന്നത്. ഇവിടെയുള്ള ഓട്ടോറിക്ഷക്കാർക്കും കടക്കാർക്കും ഒക്കെ എല്ലാ ദിവസവും 1-2 ആളുകളെ ആശുപത്രി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ ദിവസവും അപകടം ഉണ്ടാകുന്നുണ്ട്. ബൈക്കായി, കാറായി. ഈ കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് ഒരു കാറ് പിടിച്ചു. ആ ബൈക്ക് ഉണ്ടാകുന്ന പയ്യൻ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങളാണ് ആശുപത്രി കൊണ്ടുപോയത് എല്ലാ ദിവസവും. അപ്പോൾ ഇതിനൊരു സിഗ്നൽ സംവിധാനങ്ങളുടെ ഒക്കെ കുറവാണ് ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം. അപ്പോൾ ഒരു സിഗ്നൽ വെക്കണമെന്നാണ് പൊതുവെ ജനങ്ങളുടെ ഒരു അഭിപ്രായം. ഇനിയൊരു ഇടവേള കൂടി. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. ഓ മൈ ഗോഡ്, 1/2 കിലോ കൂടി. ഹെവി വെയിറ്റോ? എനിക്കോ? ഉഫ്, എത്ര കാലായി ലൈറ്റ് ഫുഡല്ലേ ഞാൻ കഴിക്കാം. ഓ വാവ്, താങ്ക് ഗോഡ് നമുക്ക് ഒരേ ടേസ്റ്റ് ആയത്. അച്ഛാ, നിനക്ക് എല്ലാം ഫെദർ ലൈറ്റ് അല്ലേ വേണ്ടേ? Super Featherlight Wedding Silk Collections for the Young India from Kalyan Silks. അമ്മേ, ഇതെങ്ങനെയുണ്ട്? എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. മനോഹര ഫർണിച്ചറുകളുടെ വിപുല ശേഖരവുമായി സിയോൺ ഫർണിച്ചേഴ്സ്. വജ്ര ബ്രാൻഡ് സ്റ്റീൽ അലമാരകൾ, ജൂട്ട് മെറ്റീരിയൽ ഡിസൈനർ സെറ്റുകൾ, സോഫ സെറ്റുകൾ, വാർഡ്രോബുകൾ, ഡ്രസ്സിംഗ് ടേബിളുകൾ, ഡൈനിങ് ടേബിളുകൾ, വിവിധ ശ്രേണിയിലുള്ള കെറ്റിങ്ങുകൾ, പ്രശസ്ത കമ്പനികളുടെ ബെഡുകൾ എന്നിവയുടെ അതിവിപുലമായ ശേഖരം. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ ഫർണിച്ചറുകൾ നിർമ്മിച്ചു നൽകുന്നു. ഹൗസ് വാമിംഗ് പാക്കേജിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട്, ഡോർ ഡെലിവറി സൗകര്യം, വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. ബ്രാഞ്ചുകൾ മടക്കത്താനം, മുളന്തുരുത്തി, അരയൻകാവ്, ഇടപ്പള്ളി, കടുത്തുരുത്തി.
ഫോർഡ് വാഹനങ്ങളുടെ അംഗീകൃത ഡീലറായ മലയാള ഫോർഡ് 5 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇപ്പോഴിതാ തൊടുപുഴയിലും. അത്തിക്കൽ ആർക്കേഡ് 4 ലൈൻ ബൈപ്പാസ് തൊടുപുഴ. ഫോൺ 9072588919. ഹെഡ് ഓഫീസ് നിയർ KSEB NH47 വൈറ്റില കൊച്ചി. ബ്രാഞ്ച് അങ്കമാലി നിയർ വേങ്ങൂർ പെട്രോൾ പമ്പ് MC റോഡ് വേങ്ങൂർ അങ്കമാലി. അന്താരാഷ്ട്ര നിലവാരമുള്ള ജാപ്പനീസ് ബ്രാൻഡുകളായ മിസ്തുബിഷി, ഡൈക്കിൻ, തോഷിബ എന്നിവയുടെയും ഇന്ത്യൻ ബ്രാൻഡുകളായ ലോയർ, ഹയർ, വെസ്റ്റർ തുടങ്ങിയ എയർ കണ്ടീഷനുകളുടെയും ഒരു മൾട്ടി ബ്രാൻഡഡ് ഷോറൂം തൊടുപുഴയിൽ. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ, ഗ്രൗണ്ട് ഫ്ലോർ, എലീസ പ്ലാസ, മങ്ങാട്ടുകവല, തൊടുപുഴ. കുട്ടികളുടെ പ്രത്യേക ദന്ത ചികിത്സ, ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്, മൈനർ ഓറൽ ശസ്ത്രക്രിയ, മോണ ശസ്ത്രക്രിയ തുടങ്ങിയ ദന്ത സംബന്ധമായ എല്ലാവിധ രോഗങ്ങൾക്കും പരിഹാരം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി തൊടുപുഴയിൽ. കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ, ഗ്രൗണ്ട് ഫ്ലോർ, എലീസ പ്ലാസ, മങ്ങാട്ടുകവല, തൊടുപുഴ. ഫോൺ 8304816190. മോളുടെ ഹോസ്റ്റൽ ഫീസും കോളേജ് ഫീസും 2 ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ പഠിത്തം മുടങ്ങുന്ന അവസ്ഥ വന്നു. അപ്പം മെമ്പർ ഈസി ലോണിനെ കുറിച്ച് പറഞ്ഞേ. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. നമ്മുടെ ജീവിതത്തിലെ ഓരോ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എത്ര ഉയരത്തിലാണ്. അതെല്ലാം യാഥാർത്ഥ്യമാകണമെങ്കിലോ റിലയൻസ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഗോൾഡ് ലോണിന് കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കുറഞ്ഞ നിരക്കിൽ വാഹന വായ്പ, ആകർഷകമായ തവണ വ്യവസ്ഥയിൽ പേഴ്സണൽ ലോൺ, ബിസിനസ് ലോണുകൾ. ചെറിയൊരു തുക റിലയൻസിൽ നിക്ഷേപിക്കൂ. ഇതുപോലെ നിങ്ങളുടെ സമ്പാദ്യവും ഇരട്ടിയാകട്ടെ. റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ്, പുളിമൂട്ടിൽ ബിൽഡിംഗ്, ഫസ്റ്റ് ഫ്ലോർ, D11, ഓപ്പോസിറ്റ് കളരിക്കൽ ബസാർ, പാലാ റോഡ്, തൊടുപുഴ. ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ്സ്. 6000 സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൻസ്, ഫർണിഷിംഗ്സ്, മാട്രസ്, ബ്ലൈൻഡ്സ്, വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയാർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം. ചേർക്കോട്ട് ഫർണിഷിംഗ്സ്, ബൈപാസ് റോഡ്, തൊടുപുഴ, പെരുമ്പാവൂർ, തൃശൂർ, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന പഞ്ചഗുസ്തി മത്സരത്തിലേക്കുള്ള ഇടുക്കി ജില്ലാ ടീമിനെ മുൻ മിസ്റ്റർ കേരള എബിൻ നയിക്കും. സീനിയർ വിഭാഗത്തിൽ 12 പേരും ജൂനിയർ വിഭാഗത്തിൽ 8 പേരും ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കും. ഞായറാഴ്ച തൃശൂരിൽ വെച്ചാണ് സംസ്ഥാന പഞ്ചഗുസ്തി മത്സരം. സംഘപരിവാർ സമഗ്രാധിപത്യത്തിനെതിരെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ പ്രക്ഷോഭ യാത്രയുടെ ഉദ്ഘാടനം തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നടന്നു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ അമ്പാട്ട് പ്രക്ഷോഭ യാത്ര ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാറിന്റെ ആക്രമണം എന്ന് പറയുമ്പോൾ ഇത് വളരെ വർഷങ്ങൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1947 മുമ്പ് ഇന്ത്യയിലെ ശക്തമായ സമരങ്ങളെല്ലാം നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ, അല്ലെങ്കിൽ ഡച്ചുകാർക്ക്, കുളച്ചലത്തിലൊക്കെ ഡച്ചുകാർക്കെതിരെ തുടങ്ങി. അത് കഴിഞ്ഞ് അവസാന റൗണ്ട് 47 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത് നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിയെടുത്തു. ഈ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തപ്പോൾ ഒരേ ഒരു വിഭാഗത്തിനെതിരായിട്ടാണ് സമരം, ബ്രിട്ടീഷുകാരെ ഉണ്ടായിരുന്നത്. ആ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും സമഗ്രമായ മുഴുവൻ ജനവിഭാഗങ്ങൾ, അത് സവർണരാകട്ടെ, ദളിതരാകട്ടെ, പട്ടികജാതിക്കാരാകട്ടെ, ന്യൂനപക്ഷക്കാരാകട്ടെ, എല്ലാം കൂടി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരം പ്രഖ്യാപിക്കുക. ആ സമരത്തിന്റെ ഭാഗമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 47 മുതൽ ഏതാണ്ട് 60-68 വർഷത്തെ ചരിത്രമെടുത്ത് നമ്മളിത് പരിശോധിക്കുമ്പോൾ അവസാനം അത് വർഗീയതയുടെ കൂത്തരംഗമായി ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി നേതൃത്വത്തിൽ ഈ സംഘപരിവാറുകാർ തുടങ്ങിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് ഏറ്റവും ശക്തമായി BJPയുടെ നേതൃത്വത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJPക്കാരെല്ലാം കൂടി അവിടെ ബാബരി മസ്ജിദ് തകർത്തു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നസിയ ഹസൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ K. അഷറഫ്, കൺവീനർ അമീൻ റിയാസ്,
തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ഷിബു പുത്തൂരാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ UDF വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കെതിരായിട്ടുള്ള കേസുകൾ ഇതെല്ലാം നടത്തി ഇന്ന് പ്രതിഷേധത്തെയും പ്രതിഷേധ സമരങ്ങളെയും അടിച്ചമർത്താമെന്നാണ് അവരുടെ ആഹ്വാനം. നടന്നിട്ടില്ല, നടക്കാൻ സാധിക്കില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് എന്തെല്ലാം സമര ആവാസങ്ങൾ ഈ നാട്ടിൽ അവൻ നടത്തി. ഈ തൊഴിൽ കോടതി വന്നിരുന്ന കേരളത്തിലെ കോടതികളിൽ നടക്കുന്ന സാഹചര്യങ്ങളെല്ലാം എറണാകുളം മലയാളം കോളേജിലെ പ്രിൻസിപ്പലിന്റെ ആഘോഷപൂർവ്വം കൊണ്ടുവന്ന് നടു റോഡിലിട്ട് കത്തിച്ചു. റോഡ് ക്ലോസ് ചെയ്തു. പോലീസ് പോയിരുന്നു. വിക്ടോറിയ കോളേജ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗവൺമെന്റ് കോളേജ്. വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലിന് യാത്രയയപ്പ്. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പിരിയുന്ന പ്രിൻസിപ്പൽ യാത്രയയപ്പ്. ഇവിടെ പുറത്ത് SFIക്കാര് ആ പ്രിൻസിപ്പൽ ശവകുടീരമുണ്ടാക്കി അന്ത്യോപചാരം അർപ്പിക്കുക ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു വിദ്യാർത്ഥിനിയും ഒന്നിച്ചൊരു പരിപാടി കാണാൻ ഒരു സദസ്സിലേക്ക് കയറി ചെന്നപ്പോൾ സദാചാര പോലീസ് സദാചാര പോലീസിനെ എതിർത്തും ആവശ്യമാക്കി. പക്ഷേ സദാചാര പോലീസ് ചമഞ്ഞ് ആ രണ്ട് കുട്ടികളോട് കാണിച്ച ക്രൂരത കേരളത്തിന്റെ സംസ്ഥാന നഗരം ഇന്നും നടന്നിട്ടില്ല. കോളേജിലെ പ്രിൻസിപ്പലിന്റെ മുറി അടിച്ചു നടത്തും. അത്രകളെല്ലാം ഇന്നിപ്പോൾ പണ്ടൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുക. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, മുൻ DCC പ്രസിഡന്റുമാരായ റോയി കെ പൌലോസ്, അഡ്വക്കേറ്റ് ജോയി തോമസ്, കോൺഗ്രസ് നേതാക്കളായ CP മാത്യു, അഡ്വക്കേറ്റ് S അശോകൻ, ജാഫർ ഖാൻ മുഹമ്മദ്, AM ദേവസ്യ തുടങ്ങി നിരവധി നേതാക്കൾ പ്രസംഗിച്ചു. മോഷണം ഉൾപ്പെടെ നിരവധി കേസുകൾ മൂലം നട്ടം തിരിയാൻ സമയമില്ലാത്ത തൊടുപുഴ പോലീസിന് തേനീച്ചയുടെ ശല്യം ഒഴിവാക്കണമെന്ന ആവശ്യവുമായും പരാതി. കൈതക്കോട് സ്വദേശി മുണ്ടുപറമ്പിൽ MS ജബ്ബാറാണ് വീടിന് സമീപമുള്ള മരത്തിൽ കൂടുകൂട്ടിയിരിക്കുന്ന പെരുന്തേനീച്ച കൂട്ടത്തെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത്. ദിനംപ്രതി നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡരികിലെ വൃക്ഷത്തിലാണ് തേനീച്ച വന്നുകൂടിയിരിക്കുന്നത്. പക്ഷികൾ മൂലമോ അല്ലാതെയോ തേനീച്ചക്കൂട്ടം ഇളകിയാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വനംവകുപ്പ്, ഫയർഫോഴ്സ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ അറിയിച്ചെങ്കിലും നടപടി സ്വീകരിക്കാൻ സംവിധാനമില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈച്ചയുടെ കാര്യത്തിൽ പോലീസിന് എന്താണ് കാര്യമെന്ന് ചോദിച്ചേക്കാം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ പോലീസിന് കടമയുള്ളതിനാലാണ് പരാതി നൽകിയതെന്നാണ് ജബ്ബാർ പറയുന്നത്. എന്തായാലും പരാതി സ്വീകരിച്ച് SI ജോബിൻ ആന്റണി കൈപ്പറ്റി രസീത് നൽകിയിട്ടുണ്ട്. വഴിയോരത്തുമായിരിക്കുന്ന പുലിയുടെ കൊമ്പത്താണ് ഈ തേനീച്ചകൾ കൂടുകൂട്ടിയിരിക്കുന്നത്. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഞാൻ ഫയർഫോഴ്സിൽ വിളിച്ചു. അവർക്ക് ഇതിനെ തുരത്താനുള്ള ഒരു സംവിധാനമില്ല എന്ന് തന്നെ അറിയിച്ചു. ഉടനെ ഞാൻ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടു. അവിടെയും അവർ പറയുന്നത് ഇതിനെ തുരത്താൻ ഞങ്ങളുടെ അടുത്ത് സംവിധാനമില്ല എന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ജീവനും സ്വത്തിനും സംരക്ഷണം തരാൻ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങളെന്ന് എപ്പോഴും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലീസിനെ കുറിച്ച് ഓർത്തു. അങ്ങനെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകി. അപ്പോൾ അവരും ഈച്ചയ്ക്ക് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിച്ചെങ്കിലും പരാതി സ്വീകരിച്ചുകൊണ്ട് കൈപ്പറ്റി രസീത് തന്നു. അപ്പോൾ അവരെന്തെങ്കിലും നടപടി സ്വീകരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ. ഇത് ഇളകാനിടയാൽ ഒന്നാമത് ആയിരക്കണക്കായ ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയും കുട്ടികളും സ്കൂളിൽ പോകുന്ന ഒരു വഴിയാണ്. പലരും തങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ജംഗ്ഷൻ. അപ്പോൾ അങ്ങനെ അപകടമുണ്ടാകാൻ ഇടയായാൽ എന്നോട് ചോദ്യമുണ്ടാവും, എന്തുകൊണ്ടിത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. ആ ചോദ്യം ഉണ്ടായിരിക്കാനാണ് ഞാൻ മുൻകൂറായി തന്നെ ഇത് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത്. അവർ നടപടി സ്വീകരിക്കുമെന്ന് വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര തിരുവുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാസന്ധ്യകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം സുപ്രസിദ്ധ ചലച്ചിത്ര താരം സുരാജ് വെഞ്ഞാറമൂട് നിർവഹിച്ചു.
തുടർന്ന് മുതലക്കുടം കലാഗ്രാമത്തിലെ പ്രതിഭകൾ അവതരിപ്പിച്ച നൃത്തങ്ങളും നടന്നു. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകളൊരുങ്ങുന്ന ഒരു വേനൽ പകലിൽ കാളിയാർ ദർശിച്ചു. മിയ ഡാൻസിന്റെ കാളിയാർ, ഖരാനകളുടെ കാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപതിന്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവിയോർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മണയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തന്റെ ഓട്ടക്കേശിയിലെന്തുണ്ട്, സഫലോകി സിന്ദഹി ജോ കഭി നഹി കദം ഹോ ജാതി ഹൈ. താങ്ക് യു. എല്ലാവർക്കും വിശ്വാസം. താങ്ക് യു. തൊടുപുഴയിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഓടകൾ നിറഞ്ഞ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ടൗണിലെ പല വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. നഗരത്തിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ഇന്ത്യ കോൺഗ്രസിന്റെയും പോഷകസംഘടനകളുടെയും സംസ്ഥാന ജില്ലാ മുനിസിപ്പൽ നേതാക്കൾ പ്രസംഗിക്കുന്നു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് തൊടുപുഴയിൽ മാർക്സിസ്റ്റ് ഭീകരതയ്ക്കും പോലീസ് കയർവാഴ്ചയ്ക്കുമെതിരെ പ്രതിഷേധത്തിന്റെ തിരിച്ചുവരവുകൾ ഉയരുന്നു. ഈ പ്രതിഷേധ മാർച്ചിലും സമ്മേളന പരിപാടികളിലും ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2790 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. റബ്ബർ വില നിലവാരം: റബ്ബർ RSS 4 കിലോഗ്രാമിന് 139 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 136 രൂപ. ഇന്നത്തെ താപനില: കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറി. വൈകിട്ട് 8-ന് ശേഷം ക്ഷേത്രം തന്ത്രി ആമലൂർ കാവനാട് രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. മുതലക്കുടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് തുടക്കമായി. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ റവറാൻഡ് ഡോക്ടർ ജോർജ് കാര്യാമഠം തിരുനാൾ കൊടിയേറ്റി. കരിമണൂരിൽ ലയൺസ് ക്ലബ് പ്രവർത്തനം തുടങ്ങി. ഡോക്ടർ ജോയി അത്തിക്കലിന്റെ വസതിയിൽ ചേർന്ന സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ തോമസ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ തൊടുപുഴയിലെ KSRTC ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KST എംപ്ലോയീസ് സംഘ് BMSന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തൊടുപുഴ പുനലൂർ ഹൈവേയിൽ കോലാനി ജംഗ്ഷനിൽ അപകടം വർദ്ധിക്കുന്നു.
അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.